പ്രൊട്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ സി എം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞാൻ ഇപ്പതല്ലേ പറയുന്നത്? ഇന്നലെ ADGP പറഞ്ഞാണ് ഈ പറയുന്നതൊക്കെ അനലൈസ് ചെയ്യണ്ടേ. പെട്ടെന്ന് പി വി അൻവർ MLA ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എവിടെ MR അജിത് കുമാർ അവനങ്ങോട്ട് വിളിക്ക്, ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതൊക്കെ എന്റെ വഴിക്ക് നടക്കും. ഇതൊരു സിസ്റ്റം അല്ലേ. പാർട്ടിയുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടോ? പാർട്ടിയുടെ പിന്തുണ എന്താ സംഭവം? ആ പാർട്ടിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പിന്തുണ പാർട്ട് ഓഫ് ദ പാർട്ടി. പിന്നെ എനിക്ക് പിന്തുണ ഐ ആം ദി പാർട്ട് ഓഫ് ദ പാർട്ടി, ഐ ആം എ വർക്കർ ഓഫ് ദ പാർട്ടി. പിന്നെ പിന്തുണ ആവശ്യമില്ലല്ലോ. വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അച്ഛന്റെ മകനാണോ എന്ന് അറിയാൻ ചോദിച്ചു. അതൊന്നും പൊന്നു മകനെ എനിക്ക് അറിയില്ല. അപ്പൊ പറഞ്ഞ മലയാളത്തിലല്ലേ. ഈ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. മന്ത്രിമാരുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അത് ഭരണപരാജയമാണോ ഭരണത്തിന്റെ നന്മയാണോ? സാധാരണ നമ്മുടെ ഈ പറയുന്ന ഇങ്ങനത്തെ ക്രൈസിസ് സാധാരണ ഗവൺമെന്റ് നമ്മളൊരു ഉദാഹരണം പറയും. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചോർത്താറുണ്ട്. എപ്പോഴാണ് ഇപ്പൊ ഒരു ഗവൺമെന്റ് ഒരു പാർട്ട് മാറി അപ്പുറത്തേക്ക് പോയി അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ചിലപ്പം അങ്ങനെ പോകാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ MLA-മാരുടെ ഒക്കെ അങ്ങനത്തെ സംഭവം കേരളത്തിലല്ലോ. ഇത് സാധാ സീതാ നടന്നു പോകുന്ന ഒരു ഭരണകർത്താക്കൾ ആരൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പം ഒറ്റ കാര്യം പറഞ്ഞു, ഇടവണ്ണ കേസ്. ഇടവണ്ണ ആ പെടി അതിലേക്ക് വരുന്നുള്ളൂ, ഒന്നും ഇപ്പൊ പറയുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം. ആ കേസ് ആദ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സത്യസന്ധമായിട്ടാണ് പോയിരുന്നത്. ആ കേസ് അന്വേഷിക്കുന്ന ബിജു ആണ്, തിരൂര് SP DYSP. അദ്ദേഹത്തിന്റെ ഫോണ് മുഴുവൻ ചോർത്തിയാല് സുജിത്ദാസ് അങ്ങനെ വിളിപ്പിച്ചു. നിങ്ങൾ കേട്ടോ, ഉത്തരവാദിത്തത്തിൽ കൂടി പറയുന്നത്. ഫോൺ കോൾ ഇങ്ങനെ ആ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ഞാൻ എന്താണോ മനസ്സിലായല്ലോ ഒന്ന്. അപ്പൊ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കേസ് നടത്തിക്കൊന്നത്. സുജിത്ദാസിന്റെ ആ കേസിലെ ഇന്റൻഷൻ എന്താണ് അതിന് അനുസരിച്ച് നടത്തിക്കൊന്നു. അപ്പോ ആരമില്ല. ബിജു ഇപ്പൊ തിരുവാലക്കാരൻ എന്റെ നാട്ടുകാരൻ, എടവണ്ണ പഞ്ചായത്ത്. ഇപ്പൊ നമ്മളെ പോലീസുകാരൻ മരിച്ചില്ലേ, അത് നമ്മളെ പഞ്ചായത്തിന്റെ പത്തപേര് ശ്രീകുമാർ ബാക്കിൽ വരുന്നുണ്ട്. അതെ, അതാ പറഞ്ഞു, കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യിച്ചിട്ടുണ്ട്, നാട് വിട്ടിട്ടുണ്ട്, ജോലി രാജിവെച്ച് പോയിട്ടുണ്ട്, മാനസിക രോഗികളായ പോലീസുകാരുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതെ അതെ അതെ, അതൊക്കെ ബോംബെ സ്റ്റൈലാണ്. മരിച്ചു. വെടി വെച്ചതാരാണ്, വെടി വെപ്പിച്ചതാരാണ്, വരാൻ പോകുന്നേ ഉള്ളൂ. MR അജിത് കുമാറിന്റെ ക്രമക്കേടുകളെ കുറിച്ച് പി ശശിക്ക് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അയാളും ഭക്ഷണമല്ലേ കഴിക്കുന്നത്. പിന്നെ അങ്ങനെ പി ശശി നമ്മളെയൊക്കെ പോലെ ഭക്ഷണം കഴിക്കുന്നത്. നമ്മളൊക്കെ ബുദ്ധി ഉള്ളൊരു വ്യക്തിയല്ലേ. അപ്പൊ അങ്ങനെ അറിയാതെ പോകാൻ സാധ്യത ഉണ്ടോ? പിന്നെ അങ്ങനെ ബോധ്യമുണ്ടായിട്ട് പി ശശി എന്തിനാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കും. ആ ഒരു പണി നിങ്ങൾ എടുക്കും. ഇത്രയും പണി എടുത്തില്ലേ? ഇപ്പോ MR അജിത് കുമാർ കൊല്ലിച്ചിട്ടുണ്ട്, അവരെ ആളുകളെ, പ്രതികളെയും അതിന്റെ ആളുകളെയും കൊണ്ടുവരുന്നത് പറയുന്നത് എവിടുത്തെ കേസാണ്? അല്ല, അത് നമുക്ക് പിന്നെ പറയാം. വഴിയെ വരും. നിങ്ങളിതില് ആത്മാർത്ഥമായി എന്നെ നിങ്ങൾ സഹായിക്കണ്ട. എന്റെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും, അതൊരു തർക്കമില്ല. ഞാൻ അത്രയും നല്ല ആളൊന്നുമല്ലല്ലോ. അപ്പൊ എന്റെ പിന്നാലെ കൂടെ ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അത് നിങ്ങൾ വിട്ടേക്ക്. നമ്മൾ ആദ്യം ആ പൊസിഷനിൽ തന്നെ നമുക്ക് നിൽക്കാം. അതിനും എനിക്ക് കുഴപ്പമില്ല. ഈ വിഷയം ദയവായി ഞാനാണ് ഉന്നയിക്കുന്നത് എന്ന നിലക്ക് നിങ്ങളതിനെ കാണുക. അത് നിങ്ങൾ കൊണ്ടുപോയിക്കും. ഇത് നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ നാടിന് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. ഇനിയൊരു ഗവൺമെന്റ് വന്നിടത്തൊന്നും കണ്ടെത്താൻ കഴിയില്ല. അത്ര വലിയ മാഫിയ സംഘങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സോഷ്യൽ ഓഡിറ്റിംഗും ഇല്ലാത്ത ജനാധിപത്യത്തിലെ സംവിധാനം എന്ന് പറയുന്നത് എന്താ? ഒന്ന് പോലീസാണ്, വേറൊന്ന് മിലിറ്ററിയാണ്. ഒരു വില്ലേജ് ഓഫീസർ ന്യായമായിട്ടുള്ള ഒരു കേസിന് ഒരു നികുതി ഷീട്ട് കൊടുത്തില്ല. അവിടെ പാർട്ടി പ്രവർത്തകർ, ജനങ്ങൾ, പൊതുപ്രവർത്തകർ ഇടപെടില്ല. എന്താണ് വില്ലേജ് ഓഫീസറെ നിങ്ങളെ കൊടുക്കാത്തെന്ന് ചോദിക്കില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ആള് പോകും? അവിടെ പോയി 2 ശബ്ദം ഇട്ടാ എന്താ സ്ഥിതി? അവിടെ ഔദ്യോഗിക കൃത്യവേണം നടപ്പിലാക്കിയാണ് ആ വാതിലിന് തുറക്കുന്നതാണ്. ഏത് വാതില്? മറ്റേ കമ്പിട്ട വാതിലില്ലേ? അതിനുള്ള കടാക്കും, ട്രൗസർ ഊരിയാണ് നിർത്തും. ഈ തമ്മാടിത്തം ഇവിടെ നടക്കുന്നതിന്റെ കാരണം ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വഴിയില്ലാത്തതുകൊണ്ടാണ്.
പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തോടത്തോളം കാലം ഈ അരാജകത്വം ഇവിടെ തുടങ്ങും. ഉദ്യോഗസ്ഥ ഈ പറയുന്ന സുജനപക്ഷപാതമുണ്ടാവും. നീതി ഇവിടെ നടപ്പിലാവില്ല. വളരെ അപൂർവ ആളുകളൊക്കെ നീതി നടപ്പാക്കാൻ സാധിക്കൂ. പോലീസ് സ്റ്റേഷനുകൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിലേക്ക്, അത് നയിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈ പുതിയ തലമുറ കയറി വരുന്ന പോലീസുകാർ എന്താ കാണുന്നത്? ഈ സാജൻസ് കരയിൽ നിന്ന് കാശ് വാങ്ങിയവൻ, ഈ രാജ്യദ്രോഹിയിൽ നിന്ന് കാശ് വാങ്ങിയവൻ ഈ സേനയെ നയിച്ചാൽ ഇതൊക്കെ താഴെയുള്ളവർക്ക് അറിയില്ലേ? ഈ കോക്കസിൽ അറിയില്ലേ? ഞാൻ ഇപ്പൊ രാവിലെ 8 മണിക്ക് എന്റെ വീടിന്റെ പരിസരത്ത് ഒരു IPS ഓഫീസറെ കണ്ടിട്ടാ വരുന്നത്. എന്തെല്ലാം ഇൻഫർമേഷൻ എന്നെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവർ പല വഴിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നു. എന്തെല്ലാം ഈ നാട്ടിൽ നടക്കുന്നത്? അപ്പൊ ഞാനിപ്പോ ഇത് നിർത്തണോ? ഞാനിത് ആകാശം ഇടിഞ്ഞു വിടാൻ നിർത്തൂല. അല്ല, ശശിധരൻ വേറൊരു രീതിയാണ്. ശശിധരൻ യഥാർത്ഥത്തിൽ ഈ ഫോൺ കോളിൽ നിന്ന് കേൾക്കാം. സുജിത്ദാസ് പറയുന്നത് എന്താ പറയുന്നത്? ശശിധരൻ അങ്ങനെ മണ്ണും കല്ലും പിടിച്ച് അങ്ങനെ ഓടട്ടെ. DGPയുടെ എല്ലാ കൊട്ടേഷനും നടത്തി കൊടുക്കാനാണ് അവൻ മണ്ണിന്റെ പിന്നിൽ പോണത്. ഈ സ്റ്റേറ്റ്മെന്റിൽ സുജിത്ദാസ് പറയുന്നുണ്ട്. ഈ കോളാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ കോളുകൊണ്ട് ഞാനൊക്കെ കൺഫ്യൂസ്ഡാ. സുജിത്ദാസ് പറയുന്നുണ്ട് ഈ MR അജിത് കുമാർ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും, പിന്നെന്താ കൊല്ലിക്കുന്നു ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിലാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പണിയുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട് സാധനം. ആരാ പറയുന്നത്? IPS ഓഫീസർ, കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ പറയാം അയാൾ കൊല്ലും ചെയ്യും, കൊല്ലിക്കും ചെയ്യും കേട്ടോ. ആ വാക്കിൽ ചെറിയ ഒന്ന് കൊല്ലുമെന്നല്ലേ ക്ലിയറാ. രണ്ടാമത്തെ വാക്ക് എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വർണ്ണക്കടത്ത് പിടിച്ചു എന്ന് പറഞ്ഞ പേരിൽ സ്വർണ്ണക്കടത്തിന് പാർട്ട് ഓഫ് ദാറ്റ്. ഞാൻ മിനിയാണ് ആരും പത്രക്കാർ ചോദിച്ചു, സുജിത്ദാസിക്ക് ഈ സ്വർണ്ണക്കേസിൽ പൈസ ഉണ്ടായി? ഞാൻ എനിക്കറിയില്ല. ആ കാര്യം എനിക്കറിയാൻ അറിയില്ലായിരുന്നു. കുറെ ഇൻഫർമേഷൻ എന്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് കിട്ടിയത് രണ്ടും കൂടി മാച്ച് ആവുന്നില്ല. അപ്പൊ നമ്മൾ അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് മിനിയാന്ന് രാത്രിയോട് കൂടിയിട്ട് ക്ലിയർ പ്രൂഫ് എവിഡൻസ് കസ്റ്റംസ് ഇവർ ട്രാൻസ്ഫർ ചെയ്ത വാട്സാപ്പ് മെസ്സേജുകൾ കസ്റ്റംസ് ഓഫീസേഴ്സ്